ഇന്ന് നമ്മൾ കേട്ടതായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള ഭാഗം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള ഭാഗങ്ങൾ. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള അവതരണവും ഘടനയും ഒക്കെ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. വേദഭാഗത്തിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സമാധാനമല്ല, വാൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ക്രിസ്തു പറയുന്ന ഒരു വാക്യത്തിലോടുകൂടി ആണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നതൊക്കെ തന്നെ സമാധാനത്തിന്റെ വലിയ സുവിശേഷകനായിട്ട് ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. അത്തരത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിച്ച ക്രിസ്തു അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് സമാധാനമല്ല, വാളാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അവതരണം. ഇപ്പോഴത്തെ ഭാഷയിൽ, പുതിയ പിള്ളേരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഡാർക്കായിട്ടുള്ള ഒരു അവതരണമാണ് ഇവിടെ ക്രിസ്തു നടത്തുന്നത്. അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഈ വേദഭാഗത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കുവാനോ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനോ സാധിക്കാതെ വരുമ്പോൾ വീണ്ടും ക്രിസ്തു അവിടെ പറയുകയാണ്, ഞാനൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ തക്കവണ്ണമാണ് വരുന്നത്. മക്കളെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഒക്കെ തന്നെ ഭിന്നിപ്പിക്കുവാൻ തക്കവണ്ണമാണ് വരുന്നത്. അതിനുശേഷം യഥാർത്ഥമായി ക്രിസ്തു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, എന്നേക്കാൾ അധികം മറ്റെന്തിനെയോ സ്നേഹിക്കുന്നത് എനിക്ക് ചേരുന്നവനല്ല, എന്നേക്കാൾ അധികം മറ്റെന്തിനെയോ കരുതുന്നവനും എനിക്ക് ചേരുന്നവനല്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുക. നമ്മുടെ ഒരു പ്രയോറിറ്റിയാണ് ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ഓരോ മനുഷ്യന്റെ വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രഥമ സ്ഥാനം നമ്മൾ നൽകുന്നത് നമ്മുടെ മാതാപിതാക്കൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഒരു കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യുന്ന ഒരു മാതാപിതാക്കൾ, മറ്റൊരു സ്ഥലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ തക്കവണ്ണം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരമായി കൊല്ലുവാൻ തക്കവണ്ണം മനസ്സുള്ള മറ്റൊരു മാതാപിതാക്കൾ. അത്തരത്തിൽ രണ്ട് രീതിയിലും ഉള്ള ഒരു സമൂഹം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ ക്രിസ്തു പറയുകയാണ്, ഇതിനപ്പുറമായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ദൈവത്തിന്. നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം എപ്പോഴും നൽകേണ്ടത് ദൈവത്തിനാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ മുൻഗണന കൊടുക്കാറുണ്ട്. നമുക്ക് സമ്പാദ്യത്തിലാകാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിലാകാം. അങ്ങനെ പല കാര്യങ്ങളിലേക്കും നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനം അവിടെ ഏതാണ്, എന്താണ് എന്നൊന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുവാനും ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുവാനും തക്കവണ്ണം കഴിയേണ്ടത് അത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായിട്ട് അവശേഷിക്കും. ഇവിടെ ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ തൊട്ട് പിന്നാലെ പറയുന്നുണ്ട്. ഒരു പ്രവാചകനെ പ്രവാചകന്റെ നേരെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും. ഒരു ശിഷ്യനെ ആ രീതിയിൽ കണക്കാക്കുമ്പോൾ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും അവന് കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെത്താനെ ചേർന്ന് വരികയും ചെയ്യും. അത്തരത്തിൽ ചില ഉപേക്ഷണങ്ങളൊക്കെ നടത്തി ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ ക്രിസ്തു വീണ്ടും പറയുന്നുണ്ട്, തന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരുവാൻ കഴിയാത്ത ഒരുവനും എനിക്ക് ചേരുന്നവനല്ല. കുരിശിന് പല അടയാളങ്ങൾ നമ്മൾ നൽകാറുണ്ട്. പലപ്പോഴും ഞാൻ വിവാഹ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ പറയാറുള്ള ഒരു ഭാഗമാണ്.
വിവാഹ ശുശ്രൂഷയിൽ രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴുവിന്റെ ശുശ്രൂഷയാണ്. നൽകുന്നത് കുരിശാണ്. കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് മണവാളനും മണവാട്ടിക്കും നൽകുന്ന കുരിശാണ്. പരസ്പരം കുരിശുകളാകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് ഓരോ ദമ്പതികൾ. നമ്മൾ ചിലവരെയൊക്കെ കളിയാക്കി പറയാറുണ്ട്, അവൻ വലിയൊരു കുരിശാണ്, എനിക്ക് അവന് വലിയൊരു പാരയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. കുരിശിനെ ആ രീതിയിൽ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥമായ കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സ്നേഹമാണ്, അത് വിനയമാണ്, താഴ്മയാണ്, സ്വയം സമർപ്പിക്കലാണ്, സ്വയം ഇല്ലായ്മ ആകപ്പെടുന്നതാണ്. അതാണ് കുരിശിന്റെ യഥാർത്ഥമായ അർത്ഥം. നമ്മളെ സ്വയമായിട്ട് വിനയപ്പെടുവാനും താഴ്ത്തപ്പെടുവാനും സ്വയമായി സമർപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമാണ് കുരിശ് നമുക്ക് നൽകുന്നത്. ക്രിസ്തു തന്റെ ജീവനെ കൊടുത്തതുപോലും നമ്മളോടുള്ള വലിയ സ്നേഹത്തിന്റെ പുറത്ത്. മനുഷ്യർക്ക് വേണ്ടിയാണ് ക്രിസ്തു തന്റെ ജീവനെ ക്രൂശിൽ കാൽവറി മലയിൽ അർപ്പിക്കപ്പെടുന്നു. അത്തരത്തിൽ കുരിശിന് ആ ഒരു അർത്ഥതലമുണ്ട് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ സാധിക്കാത്ത ഒരുവനും എനിക്ക് ചേരുന്നവനല്ല എന്ന് പറയുമ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ചില വിനയപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. നല്ലവണ്ണം സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അഭിവന്ദനായ യോവാനേസ് തിരുമേനി എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും അനിവാര്യമാണ്. നമ്മളെല്ലാവരും കുരിശ് ധരിക്കാറുണ്ട്. കുരിശിനെ വഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കുരിശിനെ ഉള്ളിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴും ഇടയാകണം. ആ സഹനത്തെയും സ്നേഹത്തെയും ത്യാഗത്തെയും ഒക്കെ ഉള്ളിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരർത്ഥമുള്ളൂ. അവിടെ പ്രത്യേകമായിട്ട് ക്യാരി എന്ന വാക്ക് ഉപയോഗിക്കാം. വഹിക്കുന്നതിന് ക്യാരി എന്ന വാക്ക് ഉപയോഗിക്കാം. അതിനപ്പുറമായിട്ട് ഉപയോഗിക്കുന്നത് ബെയർ എന്ന വാക്കാണ്. ബെയർ എന്ന് പറയുന്നത് ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ വഹിക്കുവാൻ, അതിന്റെ ഭാരവും അതിന്റെ സങ്കടങ്ങളും വിഷമതകളും ഒക്കെ തന്നെ ഉള്ളിൽ വഹിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ പ്രേരണയാണ് നമുക്ക് നൽകുന്നത്. ക്യാരി എന്ന് പറയുമ്പോൾ വെറുതെ ചുമടെടുത്ത് പോകുന്ന ഒരു അനുഭവം മാത്രമുള്ളൂ. അതിനപ്പുറമായി അതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലും കുരിശ് നൽകുന്ന എല്ലാ അർത്ഥത്തിലും അതിനെ വഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ ചേരുവാൻ തക്കവണ്ണം ഇടയാകും. അവന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകണം. ക്രിസ്തുവിനെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവൻ കാണിച്ചതുപോലെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും താഴ്മയുടെയും വിനയത്തിന്റെയും ഒക്കെ മാതൃകയിൽ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് കൂടുതൽ ചേരുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവനാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.